അങ്ങനെ അഭിയും ജലജയും നവ്യയും ചേർന്നുകൊണ്ടതിനെ മൂർത്തി മുത്തശ്ശന്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ടതിനെ ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടിലായിരുന്നു. ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്കൊരു ബാധ്യതയാണെങ്കിൽ അപമാനങ്ങൾ സഹിച്ച് ഇവിടെ തുടരാൻ ഞങ്ങൾക്കേതായാലും താല്പര്യമില്ല. ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിക്കോളാം. ജലജയുടെ ശബ്ദത്തിൽ പ്രതികാരത്തിന്റെ സ്വരമുണ്ടായിരുന്നു. അത് വെറും ഒരു ഭീഷണിയായിരുന്നില്ല, മറിച്ച് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സമ്മർദ്ദത്തിന്റെ തന്ത്രമായിരുന്നു. നവ്യയും ജലജയെ പിന്തുണച്ചു. മുത്തശ്ശിയുടെ ശകാരങ്ങളും അടിപിടികളും സഹിച്ച് ഇനിയും ഇവിടെ സഹിക്കാൻ വയ്യെന്നായിരുന്നു അവളുടെ പക്ഷം. എന്നാൽ അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശൻ ആ ഭീഷണിക്ക് മുന്നിലൊന്നും പതറിയില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവം നിഴലിച്ചു. നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് നിങ്ങളെ ഓർത്തിട്ടല്ല, ആ പിഞ്ചു കുഞ്ഞിനെ ഓർത്തിട്ടാണ്. അവനും ഈ അനന്തപുരിയിലെ കണ്ണി തന്നെയല്ലേ, മുത്തശ്ശൻ ഓർമ്മിപ്പിച്ചു. ജലജ അപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതെങ്ങനെ ശരിയാവും? നിങ്ങൾക്ക് ഞാൻ അന്യല്ലേ, അപ്പൊ പിന്നെ എന്റെ മകന്റെ കുഞ്ഞ് എങ്ങനെയാ നിങ്ങൾക്ക് അനന്തപുരിയിലെ കുഞ്ഞാവുന്നത്? ആ ചോദ്യം മുത്തശ്ശിനെ വേദനിപ്പിച്ചുവെങ്കിലും അദ്ദേഹം സംയമനം പാലിച്ചു. ജലജയെ മകളെ പോലെയാണ് താൻ കണ്ടിട്ടുള്ളത് എന്നും എന്നാൽ അവളുടെയും മക്കളുടെയും സ്വഭാവത്തിലെ മാറ്റമാണ് അകലത്തിന് കാരണമെന്നും മുത്തശ്ശൻ തുറന്നടിച്ചു. ആദർശ്, അവൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പും സമാധാനവും ഈ വീട്ടിൽ കിട്ടുന്നു. എന്നാൽ എന്റെ മകൻ അഭി, അവൻ ചെയ്ത ചെറിയ തെറ്റുകൾക്ക് പോലും ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇത് എന്ത് നീതിയാണിത്? ജലജയുടെ ഉള്ളിലെ പക പുറത്തു ചാടി. ആദർശിനോടുള്ള അസൂയായിരുന്നു ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. മുത്തശ്ശൻ തീർത്തും പറഞ്ഞു, ആദർശ് ചെയ്തത് തെറ്റാണ് എങ്കിലും അവന്റെ ഉള്ളിൽ നന്മയുണ്ട്. എന്നാൽ അഭി ചെയ്യുന്നത് വെറും കുതന്ത്രങ്ങൾ മാത്രമാണ്. ഇനിയും ഇതുപോലെ കുഴിയിൽ ചാടാനാണ് അഭിയുടെ നീക്കമെങ്കിൽ അവന്റെ സ്ഥാനം ഈ തറവാട്ടിലായിരിക്കില്ല, പൂജപ്പുര സെൻട്രൽ ജയിലിലായിരിക്കും. ആ വാക്കുകൾ അഭിയുടെ ഹൃദയത്തിൽ ഒരു മുറിവായി തന്നെ മാറി. അപമാനഭാരത്താൽ അവൻ തല താഴ്ത്തി നിന്നു. പിന്നീട് മുറിയിലേക്ക് തിരിച്ചെത്തിയ ജലജയും അഭിയും രോഷം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശന്റെ വാക്കുകൾ അഭിയുടെ അഭിമാനത്തിനേറ്റ ക്ഷതമായിരുന്നു. കണ്ടില്ലേടാ, നിന്നെ അവർ എങ്ങനെയാണ് അപമാനിക്കുന്നതെന്ന്. ഇതിനൊരു പകരം വീട്ടലുണ്ടായില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ജലജ മകന്റെ ഉള്ളിലെ പകയുടെ കലലിനെ ഊതിക്കത്തിച്ചു. അഭിയുടെ കണ്ണുകളിൽ ക്രൂരമായൊരു തിളക്കമുണ്ടായി. ഉണ്ടമ്മേ, ഇതിന് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. എന്നെ ജയിലിലടച്ചവർ, എന്നെ അപമാനിച്ചവർ, അവരിലൊരാൾ ആ ആദർശ് എന്റെ കൺമുന്നിലൂടെ കൈവിലങ്ങുമായി ജയിലിലേക്ക് പോകുന്നത് എനിക്ക് കാണണം. ജലജയ്ക്ക് എന്നാലും സംശയമായിരുന്നു, അതൊക്കെ നടക്കുമോ? ആദർശിനെ തൊടാൻ അവൻ സമ്മതിക്കോ? നടക്കുമമ്മേ, അവനുള്ള കെണിയൊക്കെ ഞാൻ ഒരുക്കി വെക്കുന്നുണ്ട്. ആദർശ് എന്ന പുണ്യാളന്റെ മുഖംമൂടി ഞാൻ വലിച്ചു കീറും, അഭി ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ തന്റെ പദ്ധതി നടപ്പിലാക്കാനായി അഭി തെരഞ്ഞെടുത്തത് നഗരത്തിലെ കുപ്രസിദ്ധനായ ഒരു കള്ളക്കടത്തുകാരനെ തന്നെയായിരുന്നു. മുൻപ് ജയിലിൽ കിടന്നപ്പോൾ ഉണ്ടായ പരിചയം അഭി പുതുക്കി. സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും നടത്തുന്ന ആദർശിനോട് മുൻ വൈരാഗ്യമുള്ള ഒരു വ്യവസായിയെ അഭി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. ആദർശിനെ ഒന്ന് പൂട്ടണം. അവൻ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങളും അപമാനങ്ങളും ചില്ലറയല്ല. അവനെ തകർക്കാൻ എന്ത് സഹായവും ഞാൻ ചെയ്യും, അഭി ആ വ്യവസായിയോട് പറഞ്ഞു. ആദർശിനോട് കടുത്ത വിദ്വേഷമുള്ള ആ വ്യവസായിക്കും അത് സമ്മതമായിരുന്നു. അവൻ എന്റെ ബിസിനസ് ഡീലർക്കും പലതും മുക്കിയിട്ടുണ്ട്. അവന്റെ ഒരു ധാർമ്മികത അതെനിക്ക് വലിയ നഷ്ടമുണ്ടാക്കി. നമുക്കവനെ കൊടുക്കണം. അവർ രണ്ടുപേരും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. ഒരു വ്യാജ ബിസിനസ് ഡീലറിന്റെ പേരിൽ ആദർശിനെ സമീപിക്കുക, അതിൽ കുടുക്കി അവനെ പോലീസിന് മുന്നിൽ വഞ്ചകനാക്കി ചിത്രീകരിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ആ വ്യവസായി ആദർശിനെ കാണാൻ ജ്വല്ലറിയിലെത്തി. വളരെ വലിയൊരു ഓർഡർ നൽകാനെന്ന വ്യാജേനയാണ് അയാൾ അങ്ങോട്ടേക്ക് എത്തിയത്, അതും കോടികളുടെ ഇടപാട്. ആദർശ് സർ, നമുക്ക് ഈ ഡീലങ്ങ് ഉറപ്പിച്ചാലോ? അഡ്വാൻസായി വലിയൊരു തുക ഞാൻ തരാം. കുറച്ച് പണം ക്യാഷ് ആയി തരും, ബാക്കി ക്യാഷ് ബ്ലാക്ക് മണി ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അയാൾ ആദർശിന്റെ പ്രതികരണം ശ്രദ്ധിച്ചു. എന്നാൽ ആദർശ് എന്ന വ്യക്തിത്വം അവർ വിചാരിച്ചതിലും ശക്തമായിരുന്നു. അനന്തപുരി തറവാടിന്റെയും മൂർത്തീസ് ജ്വല്ലറിയുടെയും പാരമ്പര്യം മുറുകെ പിടിക്കുന്ന ആദർശ് ആ വാഗ്ദാനം നിരസിച്ചു. ക്ഷമിക്കണം, മൂർത്തീസ് ജ്വല്ലറിയിൽ അത്തരം ഇടപാടുകൾക്കൊന്നും കൂട്ടിനിൽക്കില്ല. കള്ളപ്പണവും സ്വർണ്ണക്കടത്തും വെച്ചുള്ള ഒരു ബിസിനസ്സും ഞങ്ങൾക്ക് വേണ്ട. നേരായ വഴിയിലൂടെ മാത്രമേ ഞങ്ങൾ സഞ്ചരിക്കുള്ളൂ, ആദർശ് തീർത്തും പറഞ്ഞു. ആ വ്യവസായി ആദർശിനെ പലതവണ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇതൊക്കെ ബിസിനസ്സിൽ സാധാരണയല്ലേ. നികുതി വെട്ടിക്കലൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. മറ്റുള്ളവർ ചെയ്യുന്നത് എനിക്ക് വിഷയമല്ല. എന്റെ സ്ഥാപനത്തിൽ അത് നടക്കില്ല. ആദർശ് അയാളെ അവിടെ നിന്നും ഇറക്കി വിട്ടു. അപമാനിതനായി ഇറങ്ങിപ്പോയ ആ വ്യവസായി നേരെ പോയത് അബിയുടെ അടുത്തേക്കാണ്. നിന്റെ ചേട്ടൻ ഒരുമാതിരി ഒരു മര്യാദക്കാരനാണല്ലോ. അവനെ കൊണ്ട് ഈ ഡീലിലൊന്നും ഒപ്പിടിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അവൻ എന്നെ ആട്ടിയിറക്കി, അയാൾ അബിയോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു. അബി ചിരിച്ചു. അവൻ അങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് പ്ലാൻ ബി നടപ്പിലാക്കാം. അവൻ ഒപ്പിട്ടില്ലെങ്കിലും ഒപ്പിട്ടു എന്ന് വരുത്തി തീർക്കാം. നേരായ വഴിയിലൂടെ ആദർശിന് ഏതായാലും കൊടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടുകൂടെ തന്നെ അബിയും കൂട്ടാളിയും ചേർന്ന് ചതിയുടെ പുതിയൊരു വഴി കെട്ടി. ആദർശിന്റെ വ്യാജ ഒപ്പിട്ടൊരു എഗ്രിമെന്റ് അവർ തയ്യാറാക്കി. ആദർശ് ആ വ്യവസായിയിൽ നിന്നും കോടികൾ കൈപ്പറ്റി എന്ന് തെളിയിക്കുന്ന രേഖകൾ, ഒപ്പം ആദർശിന്റെ ക്യാബിൽ ഒളിപ്പിക്കാനായി കുറേയധികം കള്ളപ്പണങ്ങളും കള്ളനോട്ടുകളും എല്ലാം തന്നെ പെട്ടിയിലാക്കി തയ്യാറാക്കി. രാത്രിയുടെ യാമങ്ങളിൽ നഗരം ഉറങ്ങിക്കിടക്കുമ്പോൾ അബി മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് തിരിച്ചു. കൂരിരുട്ടിൽ ജ്വല്ലറി ഷട്ടറുകൾക്ക് മുന്നിൽ അവനെത്തി.
അവിടെ കാവൽക്കാരനായ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ആരാത്? സാറോ? സാറെന്താ ഈ രാത്രിയിൽ? സെക്യൂരിറ്റി അബിയെ കണ്ട് അമ്പരന്നു. എടോ, എനിക്ക് ഇവിടെ നിന്ന് അകത്ത് കയറണം, അത്യാവശ്യമായിട്ടൊരു പേപ്പർ എടുക്കാനുണ്ട്, അബി അധികാരസ്വരത്തിൽ പറഞ്ഞു. സെക്യൂരിറ്റി ആദ്യമൊന്ന് എതിർത്തു എങ്കിലും അതൊന്നും പറ്റില്ല സാറേ. ആദർശ് സാർ അറിഞ്ഞ പ്രശ്നമാവും. രാത്രി ആരെയും കയറ്റരുത് എന്ന് കർശന നിർദ്ദേശമുണ്ട്. അബി ഒരു കെട്ട് നോട്ടുകളെടുത്ത് സെക്യൂരിറ്റി പോക്കറ്റിലിങ്ങ് വെച്ചു കൊടുത്തു. ഇതൊരു സമ്മാനമായി വെച്ചോ, ആരും അറിയില്ല, ഞാൻ ആദർശ് സാറിന്റെ അനിയനല്ലേ, ഈ ജ്വല്ലറി എന്റേതും കൂടിയല്ലേ, നീ ഒന്ന് കണ്ണു ചിമ്മിയാ മതി. പണത്തിന്റെ പ്രലോഭനത്തിൽ സെക്യൂരിറ്റി വീണു. അവൻ പിൻവാതിൽ തുറന്നുകൊടുത്തു. CCTV ക്യാമറയുടെ കണ്ണിൽ പെടാതെ വളരെ വിദഗ്ധമായി അവ അകത്തേക്ക് കടന്നു. ആദർശിന്റെ ക്യാബിനിലേക്ക് നടന്നു. അബിയുടെ ഹൃദയമിടിപ്പ് ഉയർന്നുവെങ്കിലും പകയുടെ ആവേശം അവന് ധൈര്യം നൽകി. ആദർശിന്റെ മേശവിരയിൽ അവൻ വ്യാജ എഗ്രിമെന്റ് പേപ്പർ വെച്ചു. കള്ളപ്പണം അടങ്ങിയ ഒരു പെട്ടി രഹസ്യാറയിൽ ഒളിപ്പിച്ചു. എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ അബി തിരികെ ഇറങ്ങിപ്പോയി. പുറത്തിറങ്ങുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്തൊരു വിജയഭാവമുണ്ടായിരുന്നു. നാളെ നേരം വെളുക്കുമ്പോൾ അനന്തപുരിയിലെ രാജകുമാരന്റെ കിരീടമങ്ങി തെറിക്കും. അബി ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ മനസ്സിൽ പറഞ്ഞു. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ജ്വല്ലറി തുറക്കുന്നതേയുള്ളൂ. ആദർശ് തന്റെ കാറിൽ വന്നിറങ്ങി. പതിവില്ലാത്ത വിധം ജ്വല്ലറിക്ക് മുൻപിൽ ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നത് അവൻ കണ്ടു. എന്താ കാര്യം? എന്തിനാണ് പോലീസ്? ആദർശ് ജീവനക്കാരോട് ചോദിച്ചു. അപ്പോഴേക്കും ഇൻസ്പെക്ടറും സംഘവും അങ്ങോട്ടേക്ക് എത്തി. ആദർശ് സർ, ഞങ്ങൾക്ക് നിങ്ങളെന്ന് ചോദ്യം ചെയ്യാനുണ്ട്. താങ്കൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആദർശിനൊന്നും തന്നെ മനസ്സിലായില്ല. പരാതിയോ? എനിക്കെതിരെ ആര് പരാതി നൽകാനാ? നമുക്കതൊക്കെ അകത്തിരുന്ന് സംസാരിക്കാം, പോലീസ് പറഞ്ഞു. അവർ ആദർശിന്റെ ക്യാബിനിലേക്ക് നടന്നു നീങ്ങി. അവിടെ പോലീസിനൊപ്പം തലേ ദിവസം വന്ന ആ വ്യവസായം ഇരിപ്പുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് കള്ളത്തരത്തിന്റെ ഒരു ചിരി ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഈ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും താങ്കൾ ബിസിനസ് ആവശ്യത്തിനായി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്നും എഗ്രിമെന്റിൽ ഒപ്പിടുകയും ചെയ്തുവെന്നും, എന്നാൽ ഇപ്പോൾ താങ്കൾ അത് നിഷേധിക്കുന്നു. ഇതാണ് പരാതി. പോലീസ് ഉദ്യോഗസ്ഥൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. എന്നാൽ ഇതൊക്കെ കേട്ട് ആദർശ് ആകെ ഞെട്ടിപ്പോയി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇയാളുമായിട്ട് ഞാനൊരു ഡീലും ഉറപ്പിച്ചിട്ടില്ല. അയാൾ കൊണ്ടുവന്ന ഓഫർ ഞാൻ നിരസിച്ചതാണ്. പിന്നെ ഞാൻ ആരിൽ നിന്നും പണം വാങ്ങിച്ചിട്ടില്ല എന്ന് ആദർശ് പറഞ്ഞു. എന്നാൽ ആ വ്യവസായി ഇടയിൽ കയറി പറഞ്ഞു. കണ്ടോ സാറേ, പണം വാങ്ങുമ്പോഴുള്ള മാന്യതയൊന്നും ഇപ്പോഴില്ല. എന്റെ പണം മുഴുവൻ ഇയാൾ വാങ്ങി എഗ്രിമെന്റിൽ ഒപ്പിട്ടു. ഇപ്പോ ഒന്നും അറിയില്ലെന്നും പറയുന്നു. ദേ, കള്ളം പറയരുത്, ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്ന് ആദർശ് ഒച്ചയെടുത്ത് സംസാരിച്ചു. അതൊക്കെ നമുക്ക് നോക്കാം. സാറിന്റെ ക്യാബിൻ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ സർ. സർ നിരപരാധിയാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ലല്ലോ, പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആദർശ് പൂർണ്ണ മനസ്സോടെ തന്നെ അതിന് സമ്മതിച്ചു. കാരണം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആദർശിന് ഉറപ്പുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ആദർശിന്റെ ക്യാബിനൊക്കെ അരിച്ചു പെറുക്കി. മേശപ്പുറത്തും ഫയലുകൾക്കിടയിലും തന്നെ അവർ പരിശോധന നടത്തി. ഒടുവിൽ ആദർശ് പോലും അറിയാതെ ആ മേശവലിപ്പിൽ നിന്നും അവർ ആ ഫയല് കണ്ടെടുത്തു. ആദർശിന്റെ കള്ളൊപ്പിട്ട എഗ്രിമെന്റ്. ഇതാ സർ, ഇതാണ് എഗ്രിമെന്റ്. ഇതിൽ സാറിന്റെ ഒപ്പില്ലേ? പോലീസ് ചോദിച്ചു. ആദർശ് ആ ഒപ്പിലേക്ക് അവിശ്വസനീയതയോടെ നോക്കി. ആ പേപ്പറിൽ തന്റെ ഒപ്പ് അത് എങ്ങനെ വന്നു? താൻ ഒപ്പിട്ടിട്ടില്ലല്ലോ. ആദർശ് അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അങ്ങനെ പരിശോധന തുടർന്നു. പെട്ടെന്നാണ് ക്യാബിന്റെ ഒരു മൂലയിൽ നിന്ന് ആ ഒരു പണപ്പെട്ടിയും കണ്ടത്. അത് തുറന്നപ്പോൾ നിറയെ നോട്ടുകെട്ടുകൾ. ഇനി എന്തു പറയുന്നു ആദർശ്? ഇത്രയും പണം എവിടെ നിന്ന് വന്നു? ഇത് കണക്കിൽപ്പെടാത്ത പണമല്ലേ, കള്ളപ്പണമല്ലേ? പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആദർശ് ഉത്തരം മുട്ടി നിന്നു. സർ, പ്ലീസ് സർ, എന്നെ വിശ്വസിക്കണം. ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. ഇതാരോ എന്നെ ചതിച്ചതാണ്. ആരോ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നു വെച്ചതാണ്. ആദർശ് കേണപേക്ഷിച്ചു. പക്ഷേ തെളിവുകളെല്ലാം തന്നെ അവനെതിരായിരുന്നു. സാധാരണ എല്ലാവരും പിടിക്കപ്പെടുമ്പോൾ പറയുന്ന ന്യായമാണിത്. ആദർശ് സർ, നിങ്ങളൊരു മാന്യനാണെന്നാണ് ഞാൻ ഇത്രയും കാലം കരുതിയിരുന്നത്. പക്ഷേ സ്വന്തം സഹോദരനെ പോലെ തന്നെയാണല്ലേ നിങ്ങളും? പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ മുറിവേൽപ്പിച്ചു. പുറത്തെല്ലാം തന്നെ വീക്ഷിച്ച് അബിയും കൂട്ടാളികളും നിൽക്കുന്നുണ്ടായിരുന്നു. ആദർശിന്റെ കൈകളിൽ പോലീസ് വിലങ്ങ് വെക്കുമ്പോൾ അബിയുടെ മനസ്സ് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. കണ്ടോടാ, ഒടുവിൽ നീയും വീണു. എന്റെ കൈകളിൽ വിലങ്ങ് വീണപ്പോൾ നീ ചിരിച്ചതല്ലേ? ഇപ്പോ നിന്റെ കൈകളിലും അതേ വിലങ്ങ് തന്നെ വീണിരിക്കുന്നു. അനന്തപുരിയിലെ പുണ്യാളനെ ഇപ്പോ കള്ളനായി മാറി, അബി മനസ്സിൽ പറഞ്ഞു. ആദർശിനെ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ജയിലിലെ ജീവനക്കാരും വഴിയാത്രക്കാരും എല്ലാവരും അത്ഭുതത്തോടെ തന്നെ നോക്കി നിന്നു. തല കുനിച്ച് ഒരു കുറ്റവാളിയെ പോലെ തന്നെ ആദർശ് ജീപ്പിൽ കയറി. എങ്കിലും ആദർശിന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് തന്നെ ചതിച്ചവരെ കണ്ടെത്താനുള്ള നിശ്ചയദാർഢ്യമായിരുന്നു ഉണ്ടായിരുന്നത്. സത്യം അധിക നാളൊന്നും മൂടിവെക്കാൻ കഴിയില്ല എന്നും ഈ ചതിക്കുഴി ഒരുക്കിയവർക്കുള്ള മറുപടി കാലം നൽകുമെന്നും ആദർശ് മനസ്സിൽ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ അബിക്ക് ഭയങ്കര സന്തോഷായി. അബി വിജയിച്ചുവെന്ന് കരുതിയെങ്കിലും വരാനിരിക്കുന്നത് വലിയൊരു തിരിച്ചറിവിന്റെ തുടക്കം മാത്രമായിരുന്നു. അബി വിജയിച്ചുവെന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും വരാനിരിക്കുന്ന വലിയൊരു തിരിച്ചറിവിന്റെ തുടക്കം മാത്രമായിരുന്നു ആ അറസ്റ്റ്.